പണ്ട് ഇന്ത്യക്ക് രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഒരാൾ വിദേശത്ത് സർവകലാശാലയിൽ അഡ്മിഷന് വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പം ഈ സർവകലാശാലയുടെ മാനദണ്ഡം വെച്ചിട്ട് അവർ കുറച്ച് കഴിവുള്ള വിദ്യാർത്ഥികളെ മാത്രമേ അവിടെ പ്രവേശിപ്പിക്കൂ. അപ്പോൾ ഇയാളെ അവിടെ എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. അങ്ങനെ അവർ തിരിച്ചയക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ പണക്കാരനാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, ഇതിനെന്തോ വില വരുമെന്ന് ചോദിച്ചു. എന്തോത്തിന്? അല്ല, നിങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റി മൊത്തം ഞാനിങ്ങ് വിലയ്ക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപ തരേണ്ടി തരും എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മോത്തിലാൽ നെഹ്റു എന്നായിരുന്നു. അങ്ങനെയാണ് ഈ സായിപ്പന്മാർ മോഹന് അവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. ഇതിന് 4 സൈഡിലേക്കും വാതിലുണ്ട്. ഏതാ ഈ സർവകലാശാലയ്ക്ക്. അപ്പോൾ ഇദ്ദേഹം 4 ഗേറ്റുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഏത് ഗേറ്റ് വഴിയാണ് വൈകിട്ട് കടന്നു വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് 4 ഗേറ്റിൻ്റെ മുമ്പിലും കാർ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇദ്ദേഹത്തെ പ്രതീക്ഷിച്ച്. അപ്പോൾ ഈ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച ഒരു രാജകുമാരൻ, അതായിരുന്നു ജവഹർലാൽ നെഹ്റു. പിന്നെ അദ്ദേഹം അവിടുത്തെ പരീക്ഷ ജയിച്ചെന്നും പറയുന്നു, തോറ്റെന്നും പറയുന്നു. ഏതായാലും അദ്ദേഹം പിന്നീട് വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. മറ്റൊരു നേതാവുണ്ട്. അദ്ദേഹം വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. അദ്ദേഹം അക്കാലത്ത് ICS ഇൻ്റർവ്യൂവിന് പോയി. ഇപ്പോഴാണ് നമ്മൾ IAS എന്നും IFS എന്നും ഒക്കെ പറയുന്നത്. അന്ന് അതിന് ICS എന്നായിരുന്നു പറയുക, ഇന്ത്യൻ സിവിൽ സർവീസ്. അതിന് പോയി. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന സായിപ്പന്മാർ ഇദ്ദേഹം പറയുന്ന ഓരോ ചോദ്യത്തിനും ഇദ്ദേഹം പറയുന്ന മറുപടി കേട്ട് അവസാനം എണീറ്റ് നിന്ന് അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം പറഞ്ഞ മറുപടി ഷേക്സ്പിയറിൻ്റെ ഓരോ കൃതികളുടെ പേരായിരുന്നു. ഒരു ചോദ്യം വാട്ട് ഈസ് ലൈഫ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. മറ്റൊരു ചോദ്യം വാട്ട് ഈസ് മാര്യേജ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എ മിഡ്സമ്മർ നൈറ്റ് ഡ്രീം. മറ്റൊരു ചോദ്യം വാട്ട് ഈസ് ഫാമിലി പ്ലാനിങ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ആസ് യു ലൈക്ക് ഇറ്റ്. മറ്റൊരു ചോദ്യം വാട്ട് ഈസ് അബോർഷൻ. അദ്ദേഹം പറഞ്ഞു ലവ്സ് ലേബർ ലോസ്റ്റ്. ചുരുക്കം പറഞ്ഞാൽ എവരെന്ത് ചോദിച്ചാലും ഇദ്ദേഹം പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ഓരോ കൃതികളുടെ പേരോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷനുകളോ ആയിരുന്നു. അവസാനം അദ്ദേഹത്തെ ഇവരൊക്കെ എണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന് 4ാം റാങ്കാണ് ICS പരീക്ഷയിൽ കിട്ടിയത്. ഫസ്റ്റ് റാങ്ക് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേര് ജഗദീഷ് ചന്ദ്രബോസ് എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് സുഭാഷ് ചന്ദ്രബോസ്. ഏതായാലും ഈ സുഭാഷ് ചന്ദ്രബോസ് ആരായിരുന്നു എന്നൊക്കെ ഉള്ളത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. നെഹ്റുവിന് പകരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ മോദിജി ഇപ്പോൾ ഈ 10 വർഷം കൊണ്ടുണ്ടാക്കിയ ഡെവലപ്മെൻറ്റ് അദ്ദേഹത്തിന് അന്നുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്ക് ഒരു സർപ്ലസ് ഫണ്ടുള്ള രാജ്യമായിരുന്നു ഇന്ത്യ. 1500 കോടി രൂപ ഇന്ത്യൻ ഖജനാവിനുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് 1,00,000 കോടി രൂപയുടെ ബാധ്യതയാണ്. അതിൽ നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്ര അത്ഭുതങ്ങൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ സ്വർണത്തിന് പവന് എത്ര രൂപ വിലയുള്ളപ്പോഴാണ് ഈ 1500 കോടിയെന്ന് നമ്മൾ ആലോചിക്കണം. 1947 ഇതിലൊരു 500 കോടി പാകിസ്ഥാന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിക്കാൻ തുടങ്ങിയെന്നും തുടർന്നാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടതെന്നൊക്കെ ഒരു വിവക്ഷയുണ്ട്. ഞാൻ പറയുന്നത് കഴിവുള്ള നേതാക്കന്മാർ ഭരിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം പണ്ടേ രക്ഷപ്പെടുമായിരുന്നു. ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനത്തിന് പിന്നിലൊക്കെ അന്നത്തെ ചില ആളുകൾക്ക് പങ്കുണ്ടെന്നും അവർ പിന്നീട് റഷ്യക്ക് എഴുതിയ ചില കത്തുകളും അങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് കിടക്കുന്നില്ല.